Final accounts. In this video, I will explain some important adjustments in final accounts. Final accounts il kore adjustments padikkanundu. Appo ee video il njan korchu adjustments explain cheyam. First is closing stock. The goods remaining unsold at the end of the year is called closing stock. Appo closing stock ennu paranjal vilkade baaki varuna year ending il allengil accounting period ending il vilkade baaki varuna stock neയാണ് closing stock ennu parayunnathu. Closing stock is always given outside the trial balance. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് മിക്കവാറും ട്രയൽ ബാലൻസിന്റെ പുറത്തായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർക്കേണ്ടത്, ഇഫ് എനി ഐറ്റം ഈസ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ് വി ഹാവ് ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ് അറ്റ് ടു സെപ്പറേറ്റ് സൈഡ്സ്. അതായത് നമ്മൾ രണ്ട് സ്ഥലത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തേണ്ടി വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും. ഇനി ഏതെങ്കിലും ആയിട്ട് നമുക്ക് ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റേ ഉണ്ടാവും. അപ്പോൾ ട്രയൽ ബാലൻസിന്റെ പുറത്ത് തന്നിരിക്കുന്ന ഐറ്റംസിന് നമ്മൾ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഓൾവേസ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ്. സോ അതിന് നമുക്ക് രണ്ട് സ്ഥലത്ത് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഈസ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം. ദെൻ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഷോ ആസ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ്. Then next adjustment is outstanding expense. Means expenses remain unpaid at the end of the accounting period. So ഏതെങ്കിലും, that is expenses relating to current period but it is unpaid. ആ കറണ്ട് പീരീഡിൽ കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണ്, ഡ്യൂ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, പക്ഷെ അത് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. Then treatment. Treatment എന്ന് പറയുമ്പോൾ if it is given outside the trial balance we have to make two adjustments. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നത് അഥവാ ട്രയൽ ബാലൻസിന് പുറത്താണ് തന്നിരിക്കുന്നതെങ്കിൽ ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് ആഡ് ടു കൺസേൺഡ് എക്സ്പെൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്യുക. ദെൻ ഷോ ആസ് ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ്. അതിനുശേഷം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ട്രയൽ ബാലൻസിലാവും തന്നിട്ടുണ്ടാവുക, ഷോ ആസ് ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് മാത്രം കാണിച്ചാൽ മതി. അതോടെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. Then next is prepaid expense or unexpired expense. That means expenses paid in advance. That is expense relating to a future period but it is paid in advance or paid in the current year. അപ്പോൾ ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള എക്സ്പെൻസ് നേരത്തെ തന്നെ കൊടുക്കുമ്പോഴാണ് അതിനെ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രയൽ ബാലൻസിന് പുറത്താണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് വേണം. ദാറ്റ് ഈസ് ഡിഡക്ട് ഫ്രം കൺസേൺഡ് എക്സ്പെൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ഷോ ആസ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. അപ്പൊ രണ്ട് അഡ്ജസ്റ്റ്മെന്റ്. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ഇനി ട്രയൽ ബാലൻസിനാണ് തന്നിരിക്കുന്നതെങ്കിൽ ഷോ ആസ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ് ഓൺലി. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് മാത്രം കാണിച്ചാൽ മതി. Then next item is accrued income or outstanding income. That is, it means income earned but not received. That is income relating to the current period but it is not received. ഈ കറണ്ട് പീരീഡിലെ ഇൻകം ആണ്. That is income earned but it is not yet received. ഇതുവരെ നമുക്ക് ആ ഇൻകം നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിരിക്കുന്നതിൽ, അതായത് ട്രയൽ ബാലൻസിന് പുറത്താണ് തന്നിരിക്കുന്നതെങ്കിൽ ആഡ് ടു കൺസേൺഡ് ഇൻകം ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഇൻകംസ് ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ ഷോ ആസ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കുക. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ഷോ ആസ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ് ഓൺലി. അപ്പോൾ ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് മാത്രം കാണിക്കുക. അതോടെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. Then next is unearned income or income received in advance. That is income which is relating to a future period is received in advance. ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ഇൻകം നേരത്തെ തന്നെ നമ്മൾ റിസീവ് ചെയ്യുന്നു. അതിനാണ് unearned income. ഈ വർഷം ഏൺ ചെയ്തിട്ടില്ല. That income relates to a future period. അപ്പോൾ അങ്ങനെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് ഇൻകം ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസിന് പുറത്താണ് തന്നിരിക്കുന്നതെങ്കിൽ ആ കൺസേൺഡ് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ കൺസേൺഡ് ഇൻകത്തിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യുക. ദെൻ ഷോ ആസ് ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ്.
ബാലൻസ് ഷീറ്റിൽ അതൊരു ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. കാരണം അതൊരു ഫ്യൂച്ചർ പീരീഡിലെ ഇൻകം ആണ്, അത് നേരത്തെ നമ്മൾ റിസീവ് ചെയ്തിരിക്കുകയാണ്. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ഷോ ആസ് ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ്. ദെൻ അത് നമുക്ക് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. അതോടെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഐറ്റം ഈസ് ഡിപ്രിസിയേഷൻ. Depreciation is the reduction in the value of fixed asset due to wear and tear, obsolescence, etc. അപ്പോൾ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂല് കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് യൂസേജ് കൊണ്ട് ഒക്കെ വിലയിൽ കുറവ് വരുന്നു, റിഡക്ഷൻ സംഭവിക്കുന്നു. അതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ ട്രയൽ ബാലൻസിന് പുറത്താണ് തന്നിരിക്കുന്നതെങ്കിൽ ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ ഡിഡക്ട് ഫ്രം കൺസേൺഡ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ആ കൺസേൺഡ് അസറ്റിൽ നിന്നും, കൺസേൺഡ് ഫിക്സഡ് അസറ്റിൽ നിന്നും ആ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി ആൻഡ് ദ അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഓവർ. ഡെബിറ്റ് ചെയ്യുക, അതോടെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ദ ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ്. നോക്കൂ, ട്രയൽ ബാലൻസ് നോക്കൂ. നമുക്ക് അസറ്റ്സ് ലയബിലിറ്റീസ് എല്ലാം തന്നിട്ടുണ്ട്. താഴെ ട്രയൽ ബാലൻസിന് പുറത്ത് അഡ്ജസ്റ്റ്മെന്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, അഡ്വർടൈസ്മെന്റ്, പർച്ചേസസ്, സെയിൽസ്, ഡിസ്കൗണ്ട്, ദെൻ റിട്ടേൺസ്. ഡിസ്കൗണ്ട്, റിട്ടേൺസ് ഒക്കെ ഡെബിറ്റിലും ക്രെഡിറ്റിലും തന്നിട്ടുണ്ട്. അതായത് എക്സ്പെൻസും ആണ് ഡിസ്കൗണ്ട്, അതുപോലെ ഇൻകവും ഉണ്ട്. റിട്ടേൺസ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ഇൻവേർട്സും ഉണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ്സും ഉണ്ട്. റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറയുന്നതാണ് സെയിൽസ് റിട്ടേൺ, റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നതാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ റിട്ടേൺസ് ഇൻവേർട്സിന് എപ്പോഴും ഡെബിറ്റിലായിരിക്കും ബാലൻസ്, റിട്ടേൺ ഔട്ട്വേർഡ്സ് ക്രെഡിറ്റിലാണ് ബാലൻസ്. ഡിസ്കൗണ്ട് എക്സ്പെൻസ് ആവുമ്പോൾ ഡെബിറ്റിലായിരിക്കും ബാലൻസ്, ദെൻ ഇൻകം ആവുമ്പോൾ ക്രെഡിറ്റിലായിരിക്കും ബാലൻസ്. Then rent, bills receivable, bills payable, opening stock, duty and clearing charges, electricity and water, office expenses, wages, carriage. Carriage എന്ന് സാധാരണ നോർമലി വെറുതെ carriage എന്ന് തരുമ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നോർമലി എടുക്കാറ്. അത് carriage ഇൻവേർട്സ് ആയിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ carriage ഔട്ട്വേർഡ്സ് ആണെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്ന ഐറ്റം ആണ്. carriage ഇൻവേർട്സ് അല്ലെങ്കിൽ carriage ഓൺ പർച്ചേസ് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ carriage എന്ന് മാത്രം തന്നാൽ നോർമലി അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുക്കുക. ദെൻ സെയിൽസ് എക്സ്പെൻസ്, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ക്യാഷ്, ക്യാപിറ്റൽ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയെന്ന് നമ്മൾ സോർട്ട് ചെയ്യുക. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് സോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കുള്ള ഐറ്റംസ് നോക്കുമ്പോൾ പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. ദെൻ റിട്ടേൺസ് പർച്ചേസസിൽ നിന്നും സെയിൽസിൽ നിന്നും റിട്ടേൺസ് ലെസ് ചെയ്യണം. ദെൻ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസസ് ലെസ് റിട്ടേൺസ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് ഡെബിറ്റ് സൈഡില്, ക്രെഡിറ്റ് സൈഡില് സെയിൽസ് ലെസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പർച്ചേസസ് ലെസ് റിട്ടേൺ ആയി, സെയിൽസ് ലെസ് റിട്ടേൺ ആയി, ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. പിന്നെ വരുന്ന ഐറ്റം ഫാക്ടറി എക്സ്പെൻസസ്, ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ, ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. വേജസ്, ക്യാരേജ് ഞാൻ പറഞ്ഞു മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്ക് കൂട്ടുക. ഇത്ര ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സോർട്ട് ദ ഐറ്റംസ് വിച്ച് ആർ കമ്മിങ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. ആ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കുള്ള ഐറ്റംസ് നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് എഴുതാൻ തുടങ്ങുക. എന്നിട്ട് നോക്കുക ആ ഐറ്റംസിൽ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോക്കൂ, ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ് വേജസ്. അപ്പൊ വേജസ് എഴുതുമ്പോൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എടുക്കണം. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. നമുക്ക് നോക്കാം. നമ്മൾ ഹെഡിങ് എഴുതി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2014. സാധാരണ ഫോർമാറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ലെസ് റിട്ടേൺ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ക്രെഡിറ്റ് സൈഡില് സെയിൽസ് ലെസ് റിട്ടേൺ, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നോക്കൂ, ക്വസ്റ്റ്യനിൽ 24,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 24,000. ദെൻ പർച്ചേസസ് ലെസ് റിട്ടേൺസ്. ഇവിടെ പർച്ചേസസ് എന്ന് പറയുന്നത് 75,000 ആണ്. ദെൻ റിട്ടേൺസ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ് പർച്ചേസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് 1,500. നോക്കൂ, പർച്ചേസസ് 75,000 ലെസ് റിട്ടേൺസ് 73,500. Then next item നോക്കൂ,
റിട്ടേൺസ്, റെന്റ്, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി എഴുതി. ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ വേജസ്. വേജസിന് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ നോക്കുക. ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസിന് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിപ്പോ ട്രയൽ ബാലൻസിന് പുറത്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആഡ് ടു കൺസേൺഡ് എക്സ്പെൻസ്. ആ കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. അപ്പൊ നോക്കൂ, വേജസിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആഡ് ചെയ്തു 1500. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 1500 അത് ആഡ് ചെയ്തു. ആഡ് ചെയ്തതിനു ശേഷം ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് എടുത്ത് എഴുതി 6500 പ്ലസ് 1500 8000. ഇനി നമ്മൾ ബാക്കിയുള്ള എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ എടുത്തെഴുതുക. ക്ലിയറിംഗ് ചാർജസ്, ഫാക്ടറി എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ എമൗണ്ട് സെയിം തന്നെ എടുത്തെഴുതുക. ദെൻ ക്യാരേജ്, ഇത്രയുമാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ. നോക്കൂ, ക്യാരേജ്, ഫാക്ടറി എക്സ്പെൻസസ്, ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ, ഇത്രയുമാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ അതെല്ലാം നമ്മൾ എടുത്തെഴുതി. ദെൻ ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡ് എഴുതണം. സെയിൽസ് 1,25,000 ആണ്. ഇവിടെ റിട്ടേൺസ് ഇൻവേർട്സ് എന്ന് പറയുന്നത് 4,000 ആണ്. നോക്കൂ, 1,25,000 മൈനസ് 4,000, ഔട്ടർ കോളത്തിൽ 1,21,000. ഇനി അടുത്ത ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും ട്രയൽ ബാലൻസിന് പുറത്താണ് തന്നിട്ടുണ്ടാവുക. സോ 30,000 നമ്മൾ എഴുതി. നമ്മൾ ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏത് സൈഡാണ് കൂടുതൽ എന്ന് ആദ്യം നമ്മൾ എഴുതി നോക്കണം. രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കണം. എന്നിട്ട് കൂടുതലുള്ള സൈഡാണ് നമ്മൾ എഴുതുക. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതൽ. അപ്പൊ നമ്മൾ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി, സെയിം എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി ഈ സൈഡുമായിട്ടുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അതായത് ഈ 1,51,000 നിന്നും ഈ ടോട്ടൽ എമൗണ്ട്, ഈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ വരെയുള്ള ടോട്ടൽ എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ എന്നിട്ട് ആ ഷോർട്ടർ സൈഡ് ഈ സൈഡാണ്, ഇവിടെ എഴുതുന്നു. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ്. നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് 28,250 കിട്ടി. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം, കാരണം ക്രെഡിറ്റ് സൈഡ് ആണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ വീണ്ടും ബ്രോഡ് ഡൗൺ ചെയ്തു 28,250. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മുടെ ഹെഡിങ് തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ബാക്കി എല്ലാ എക്സ്പെൻസുകളെയും ഡെബിറ്റ് ചെയ്യുന്നു. ഇൻകംസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ എക്സ്പെൻസ് ഏതൊക്കെയാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാം. ദെൻ ഒന്ന് അഡ്വർടൈസ്മെന്റ് ഉണ്ട്, എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് ഉണ്ട്, എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ടോടെ എക്സ്പെൻസും ഉണ്ട്, ഇൻകവും ഉണ്ട്, രണ്ട് സൈഡിലും തന്നിട്ടുണ്ട്. അപ്പൊ ഡെബിറ്റിൽ വരുന്നത് എക്സ്പെൻസ് ആണ്, ക്രെഡിറ്റിൽ വരുന്നത് ഇൻകം ആണ്. ദെൻ റെന്റ് ഇവിടെ തന്നിരിക്കുന്ന ക്രെഡിറ്റ് സൈഡിലാണ്, അപ്പൊ അത് ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ അടുത്ത എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസസ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണ്. ദെൻ സെയിൽസ് എക്സ്പെൻസസ്, ഇത്ര ഐറ്റം ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ നേരിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ട്രയൽ ബാലൻസിന് പുറത്ത് വന്നിരിക്കുന്നത്. നോക്കൂ, ഡിപ്രിസിയേഷൻ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണം, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് വേണം, ഫർണിച്ചറിന് വേണം. ദെൻ റെന്റ് തന്നിട്ടുണ്ട്, ആ റെന്റിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. റെന്റ് ഇവിടെ ഇൻകം ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോക്കൂ ക്രെഡിറ്റ് സൈഡില് ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. റെന്റ് അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ട്. ദെൻ അഡ്വർടൈസ്മെന്റ് തന്നിട്ടുണ്ട്, അവിടെ അഡ്വർടൈസ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ ഐറ്റം ആയിട്ട് എൻ്റർ ചെയ്യാം. ഇവിടെ നോക്കൂ, ഓഫീസ് എക്സ്പെൻസസ്. ഓഫീസ് എക്സ്പെൻസിന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. അപ്പൊ ഓഫീസ് എക്സ്പെൻസിന്റെ എമൗണ്ട് 6,500. ഓഫീസ് എക്സ്പെൻസിന്റെ എമൗണ്ട്, ഓഫീസ് എക്സ്പെൻസസ് 7,500. ദെൻ അഡ്വർടൈസ്മെന്റ്, അടുത്തത് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. 3,000 ആണ് ഇവിടുത്തെ എമൗണ്ട്. പക്ഷേ 1/3 ഓഫ് അഡ്വർടൈസ്മെന്റ് ഈസ് പെയ്ഡ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. ഇതെന്താണ്? പ്രീപെയ്ഡ് ആണ്. അഡ്വർടൈസ്മെന്റിന്റെ എക്സ്പെൻസ് പ്രീപെയ്ഡ് ആണ്, നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ട് പേ ചെയ്തിരിക്കുകയാണ്. അപ്പൊ പ്രീപെയ്ഡ് ആണെങ്കിൽ എന്താണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്? പ്രീപെയ്ഡ് എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ കൊടുത്തു. So it is to be deducted from concerned expense in profit and loss account and show as asset in balance sheet. അപ്പൊ പ്രീപെയ്ഡ് അത്ര എമൗണ്ട് 1/3 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1/3 ഓഫ് അഡ്വർടൈസ്മെന്റ് ഈസ് പെയ്ഡ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഇതിന് അഡ്വർടൈസ്മെന്റ് 1/3 കണ്ടുപിടിക്കണം. അപ്പൊ 3,000ന്റെ 1/3 കാണുക. നോക്കൂ, അഡ്വർടൈസ്മെന്റ് 3,000 ലെസ് പ്രീപെയ്ഡ്, അതിന്റെ 1/3 അഥവാ 3,000 into 1/3 that is equal to 1,000.
അപ്പോൾ അത് ലെസ് ചെയ്തു, ഡിഡക്റ്റ് ചെയ്തു, എന്നിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതുന്നത് 2000. Then next item discount. Discount expense 3000 ഉണ്ട്, ഇൻകം 2000 ഉണ്ട്. അപ്പോൾ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഡിസ്കൗണ്ട് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു, ഡിസ്കൗണ്ട് ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. Then next rent. Rent 1500 ഇൻകം ആണ്, നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. accrued but not received. കറണ്ട് പീരീഡിൽ ഇൻകം ആണ്, പക്ഷെ നമ്മൾ ഇതുവരെ റിസീവ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കുക accrued income. accrued income, income earned but not received, അതിനെയാണ് നമ്മൾ accrued income എന്ന് പറയുന്നത്. So it is to be added to concerned income in profit and loss account and show as asset in balance sheet. അപ്പോൾ റെന്റിന്റെ കൂടെ accrued income ആഡ് ചെയ്യണം. നോക്കൂ, rent accrued but not received. റെന്റിന്റെ കൂടെ റെന്റ് 1500, accrued 500, അത് ആഡ് ചെയ്യുമ്പോൾ 2000 ഔട്ടർ കോളത്തിൽ എഴുതുന്നു. Then next ഓഫീസ് എക്സ്പെൻസ് നമ്മൾ ഓൾറെഡി എഴുതി. ദെൻ സെയിൽസ് എക്സ്പെൻസസ് 4250. സെയിൽസ് എക്സ്പെൻസസ് 4250. ഇപ്പോൾ ട്രയൽ ബാലൻസിലുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ട്രയൽ ബാലൻസിന്റെ പുറത്ത് നമുക്ക് ഡിപ്രിസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക്, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്, ഫർണിച്ചറിനുണ്ട്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നമ്മൾ ഡിപ്രിസിയേഷൻ എന്നൊരു ഐറ്റം ഹെഡിങ് കൊടുക്കുക, അതിന്റെ താഴെ ഓരോ ഐറ്റവും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക, എന്നിട്ട് ഔട്ടർ കോളത്തിലേക്ക് അതിന്റെ ടോട്ടൽ എഴുതാം. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എടുക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 20,000 ആണ്. അപ്പോൾ 20,000ന്റെ 10% എന്ന് പറയുമ്പോൾ 20,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10% 2000. 20,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 2000. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് 5% ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 35,000 ആണ്. അപ്പോൾ അതിന്റെ 5% എന്ന് പറയുമ്പോൾ 35,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100, അപ്പോൾ 1750. നെക്സ്റ്റ് ഫർണിച്ചർ അറ്റ് 20%. ഫർണിച്ചറിന്റെ വാല്യൂ 5000 ആണ്. അപ്പൊ 20% എന്ന് പറയുമ്പോൾ 5000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000. ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഔട്ടർ കോളത്തില് 4750. ഇപ്പൊ നമ്മൾ എല്ലാ ഐറ്റംസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ളത് എൻട്രി ചെയ്തു, അഡ്ജസ്റ്റ്മെന്റ്സും എല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ബാലൻസ് ചെയ്യാം. ഇവിടെ ബാലൻസ് ചെയ്യുമ്പോഴും അപ്പോഴും ചെക്ക് ചെയ്യണം ഏത് സൈഡാണ് കൂടുതൽ എന്ന്. ടോട്ടൽ നമ്മൾ എഴുതി നോക്കി ചെക്ക് ചെയ്യണം. ഇവിടെയും നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഈ സൈഡാണ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എഴുതുന്നു, ആ ടോട്ടലിനെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു, ദെൻ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അഥവാ ഈ 32,250ൽ നിന്നും ഈ എമൗണ്ടുകളെല്ലാം നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. ഇത്രയും എമൗണ്ടുകൾ നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഈസ് 10,750. നെറ്റ് പ്രോഫിറ്റ് 10,750. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഇനി അടുത്തത് നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹെഡിങ് എഴുതുക, ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31 December 2014. ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലയബിലിറ്റീസ് ആണ്, ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സ് ആണ്. ഒരു സോൾ ട്രേഡറുടെ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ്സ് ആണ് ആദ്യം കാണിക്കുക, അതുപോലെ എന്നിട്ട് ഫിക്സഡ് അസറ്റ്സ് അവസാനം കാണിക്കും. ദെൻ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആദ്യം കാണിക്കുന്നു, ദെൻ ലോങ് ടേം ലയബിലിറ്റീസ് അതിന് താഴെ കാണിക്കുന്നു, പിന്നെ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുന്നു. നമുക്ക് നോക്കാം ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ, പക്ഷെ അതൊക്കെ ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനമാണ് എഴുതുക. ദെൻ ആദ്യം വരുന്ന ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം ക്യാഷ് ആണ്. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് 2000, ക്യാഷ് ഇൻ ഹാൻഡ് 2000. ദെൻ പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നതാണ് നമ്മുടെ പ്രീപെയ്ഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു പ്രീപെയ്ഡ് ഐറ്റം. വേജസ്, ഔട്ട്സ്റ്റാൻഡിങ് വേജ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. ദെൻ accrued but not received എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. ദെൻ പ്രീപെയ്ഡ്, അഡ്വർടൈസ്മെന്റ് പ്രീപെയ്ഡ്, അതൊക്കെ അസറ്റ് ആണ്. അങ്ങനെയുള്ള ഐറ്റംസ് ആദ്യം കാണിക്കാം. നോക്കൂ, പ്രീപെയ്ഡ് അഡ്വർടൈസിങ്, റെന്റ് accrued, ഇതൊക്കെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കിട്ടാനുള്ള ഐറ്റംസ് ആണ്. ദെൻ എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ പ്രീപെയ്ഡ് അഡ്വർടൈസിങ്, പ്രീപെയ്ഡ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് അസറ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന ഐറ്റം ആണ്. ദെൻ റെന്റ് accrued, റെന്റ് കിട്ടാനുണ്ട്, അതും നമുക്ക് അസറ്റ് ആണ്. നമ്മുടെ ഈ വർഷത്തേതാണ് നമുക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ചെക്ക് ചെയ്യുക ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ്.
ബിൽസ് റിസീവബിൾ 8,000 അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ 8,000. The bills receivable 8,000. Then debtors and creditors 18,000 12,000. അപ്പോൾ debtors 18,000 ഡെബിറ്റിൽ വരുന്നതാണ് debtors അഥവാ അസറ്റ്. Then creditors 12,000 ലയബിലിറ്റി. ലയബിലിറ്റി അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവുക. നോക്കൂ, sundry debtors 18,000, then sundry creditors 12,000. ഇവിടെ ബിൽസ് റിസീവബിൾ എഴുതിയപ്പോൾ തന്നെ ബിൽസ് പേയബിൾ ഉണ്ട് 5,000. ബിൽസ് പേയബിൾ ലയബിലിറ്റി ആണ്. അപ്പൊ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക 5,000. ഇനി നമ്മൾ ഫിക്സഡ് അസറ്റ്സ് റെക്കോർഡ് ചെയ്യാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇതിനൊക്കെയും ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അസറ്റിന്റെ വാല്യൂവിൽ നിന്നും അതിന്റെ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. അപ്പൊ ഇത് നോക്കൂ, അതിനു മുമ്പ് ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യണം. ട്രയൽ ബാലൻസിന്റെ പുറത്താണ് തന്നിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്. അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കണം. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക്. Then ഫർണിച്ചർ ലെസ് ഡിപ്രിസിയേഷൻ. ഫർണിച്ചറിന്റെ വാല്യൂ 5,000, ഡിപ്രിസിയേഷൻ നോക്കൂ 1,000 ആണ് നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടിയത്. അപ്പൊ 1,000 ലെസ് ചെയ്യുന്നു. ഔട്ടർ കോളത്തിൽ നമ്മൾ 4,000 റെക്കോർഡ് ചെയ്യുന്നു. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 20,000 ആണ്. ഡിപ്രിസിയേഷൻ 10%, 2,000 ആണ്. ദെൻ അത് ഡിഡക്ട് ചെയ്തു. ബാക്കി റിമൈനിങ് എമൗണ്ട് 18,000 നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 35,000 ആണ്. അതിന്റെ 5% ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 1,750. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ 33,250. ഇനി നമ്മൾക്ക് ക്യാപിറ്റൽ മാത്രമേ എഴുതാനുള്ളൂ. ക്യാപിറ്റലിന്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 85,500. ഇതിൽ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,750. അപ്പൊ ക്യാപിറ്റൽ 85,500, then net profit 10,750. അത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 96,250. ഇപ്പൊ നമ്മൾ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ടാലി ആവണം. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എമൗണ്ട് 1,14,750. ഇങ്ങനെയാണ് നമ്മൾ ട്രയൽ ബാലൻസിൽ നിന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഇതിൽ പഠിച്ചിട്ടില്ല. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി ഫർദർ വീഡിയോസിൽ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് ഓരോന്നായിട്ട് ക്വസ്റ്റ്യൻസിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് എൻ്റെ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.